നമസ്കാരം, ഞാൻ ഉന്മേഷ് വിരാമൻ. ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 3 ദിവസം നീളുന്ന ഗൾഫ് പര്യടനത്തിന് നാളെ റിയാദിൽ തുടക്കമാകും. ട്രംപിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് ബുധനാഴ്ച റിയാദിൽ നടക്കുന്ന ഗൾഫ് US ഉച്ചകോടിയിൽ ഗസയിലെ വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള നിർണായകമായ പല പ്രഖ്യാപനങ്ങളും ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ റിയാദിൽ നിന്നും ഇസ്മായിൽ പയ്യോളി ചേരുന്നുണ്ട്. ഇസ്മായിൽ പയ്യോളി, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, അന്താരാഷ്ട്ര തലത്തിൽ ഏറെ രാഷ്ട്രീയ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗൾഫ് പര്യടനം ചൊവ്വാഴ്ച സൗദിയിൽ ആരംഭിക്കുകയാണ്. രാഷ്ട്രീയപരവും സാമ്പത്തികപരവുമായ വൻ പ്രാധാന്യമാണ് ഈ സന്ദർശനത്തിനുള്ളത്. ഗസയിലെ വെടിനിർത്തൽ, ഫലസ്തീനിനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കൽ, സൗദിയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലേക്ക് പുനഃസ്ഥാപിക്കൽ എന്നിങ്ങനെ പല സുപ്രധാനമായ തീരുമാനങ്ങളും ഈ സന്ദർശനത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ട്രംപിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് ബുധനാഴ്ച റിയാദിൽ US GCC ഉച്ചകോടിയും നടക്കുന്നുണ്ട്. GCC രാഷ്ട്രത്തലവന്മാർക്ക് പുറമെ ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസും ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സിറിയ, ഇറാൻ, ഹൂത്തി വിഷയങ്ങളും ഈ സമ്മേളനത്തിൽ ചർച്ചയാകുമെന്നാണ് കരുതപ്പെടുന്നത്. ഇറാനും അമേരിക്കയും തമ്മിൽ നടക്കുന്ന സമാധാന ചർച്ചകളും ഹൂത്തികളുമായുള്ള വെടിനിർത്തലും ഈ യോഗത്തിൽ ചർച്ചയാകുന്നതോടൊപ്പം തന്നെ ബഷാർ അൽ അസദ് ഭരണകൂടത്തെ പുറത്താക്കിയ ശേഷവും സിറിയയുടെ മേൽ തുടരുന്ന ഉപരോധം നീക്കം ചെയ്യുവാനും GCC രാജ്യങ്ങൾ ട്രംപിനോട് ആവശ്യപ്പെടും എന്നും സൂചനകളുണ്ട്. ചൊവ്വാഴ്ചയാണ് ട്രംപും സൗദി കീടാവകാശവും തമ്മിലുള്ള കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ US-ഉം സൗദിയും തമ്മിലുള്ള $100 ബില്യൺ ആയുധ കരാറിൽ ഒപ്പുവെക്കും. ഇതിനു പുറമെ അമേരിക്കയിൽ $1 ട്രില്യൺ നിക്ഷേപം നടത്തുന്നതിനുള്ള മറ്റൊരു കരാറിലും സൗദി ഒപ്പുവെക്കും. US GCC ഉച്ചകോടിക്ക് ശേഷം ബുധനാഴ്ച വൈകിട്ട് ഖത്തറിലേക്ക് പോകുന്ന ട്രംപ് വ്യാഴാഴ്ച കാലത്ത് UAE പുറപ്പെടും. അന്ന് വൈകിട്ട് തന്നെ ഗൾഫ് സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം മടങ്ങുകയും ചെയ്യും. US പ്രസിഡന്റായി രണ്ടാമത് സ്ഥാനമേറ്റെടുത്ത ശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനാണ് ട്രംപ് ആദ്യമായി ഒരു വിദേശ സന്ദർശനം നടത്തിയത്. എന്നാൽ രാഷ്ട്രീയ ദൗത്യവുമായി നടത്തുന്ന സന്ദർശനം എന്ന നിലയിൽ ട്രംപിന്റെ ഗൾഫ് പര്യടനത്തിന് ആഗോളതലത്തിൽ വൻ രാഷ്ട്രീയ പ്രാധാന്യമാണ് കൽപ്പിക്കപ്പെടുന്നത്. ഉന്മേഷ്, ശരി. ഇസ്മായിൽ പയ്യോളിയാണ് റിയാദിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. UAE-യിൽ വെടിയേറ്റ് 3 സ്ത്രീകൾ കൊല്ലപ്പെട്ടു. സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അക്രമിയെക്കുറിച്ചോ മരിച്ച ആളുകളെക്കുറിച്ചോ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. റാസൽ ഖൈമയിലാണ് നാടിനെ നടുക്കിയ സംഭവം. ഇടുങ്ങിയ വഴിയിലൂടെ വാഹനം കടത്തിവിടുന്നതുമായി ബന്ധപ്പെട്ട് സ്ത്രീകളും പ്രതിയും തമ്മിൽ തർക്കമുണ്ടായി. തർക്കം രൂക്ഷമായതോടെ വാഹനത്തിലുണ്ടായിരുന്ന തോക്കെടുത്ത് യുവാവ് വെടിവെക്കുകയായിരുന്നു. 3 പേരെയും ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോലീസെത്തി പ്രതിയെ കീഴടക്കി നിയമ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. ഇയാളുടെ പക്കൽ നിന്ന് വെടിവെപ്പിനുപയോഗിച്ച തോക്കും പിടിച്ചെടുത്തു. അതേസമയം അക്രമിയെക്കുറിച്ചോ മരിച്ച ആളുകളെപ്പറ്റിയോ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. സാമൂഹിക സുരക്ഷയ്ക്കും ജനങ്ങളുടെ ജീവനും ഭീഷണി ഉയർത്തുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് റാസൽ ഖൈമ പോലീസ് മുന്നറിയിപ്പ് നൽകി. 24 ദുബായ്. റിസാല സ്റ്റഡീസ് സർക്കിൾ ഗൾഫിൽ ഉടനീളം പ്രവാസികൾക്കായി സംഘടിപ്പിക്കുന്ന മൈൻഡ് യുവർ മൈൻഡഡ് എന്ന പ്രത്യേക ക്യാമ്പയിന് സൗദിയിലെ ദമാമിൽ തുടക്കം. ദമാം കോർണിഷിൽ നടന്ന കൂട്ട നടത്തത്തോടെയാണ് 1 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിന് തുടക്കമായത്. റിസാല സ്റ്റഡി സർക്കിൾ പ്രവാസികൾക്കായി ഗൾഫിൽ ഉടനീളം സംഘടിപ്പിക്കുന്ന പ്രത്യേക ക്യാമ്പയിനാണ് മൈൻഡ് യുവർ മൈൻഡ്. പ്രവാസികളുടെ മാനസികാരോഗ്യം ഉത്തേജിപ്പിക്കുക എന്നതാണ് സംഘാടകർ മൈൻഡ് യുവർ മൈൻഡ് എന്ന പരിപാടിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ദമാം കോർണിഷിൽ വെച്ച് നടന്ന കൂട്ട നടത്തത്തോടെയാണ് 1 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ദമാം സോണുതല ക്യാമ്പയിന് തുടക്കമായത്. പല സമ്മർദ്ദങ്ങളും അനുഭവിക്കുന്ന പ്രവാസികൾക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാനും അവർക്കാവശ്യമായ സഹായങ്ങൾ നൽകി കൂടെ ചേർത്ത് വെക്കലും മൈൻഡ് യുവർ മൈൻഡ് എന്ന ക്യാമ്പയിൻ്റെ പ്രധാന ഭാഗമാണ്. റിസാല സ്റ്റഡി സർക്കിൾ അഥവാ RSC ലോകത്തിലെ 20ലധികം രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന യുവാക്കളുടെ പ്രസ്ഥാനമാണ്. RSCക്ക് കീഴിൽ സാഹിത്യോത്സവങ്ങളടക്കമുള്ള ധാരാളം പദ്ധതികൾ വളരെ ഭംഗിയായി നടന്നു വരുന്നുണ്ട്. പുതിയ കാലത്ത് RSC മുന്നോട്ട് വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട പദ്ധതിയാണ് മൈൻഡ് യുവർ മൈൻഡ്. നമ്മളുടെ മാനസികാരോഗ്യത്തിൻ്റെ പ്രാധാന്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും ആ പ്രാധാന്യത്തെ സമൂഹത്തിൻ്റെ വ്യത്യസ്ത തുറകളിലുള്ള കുടുംബിനികൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, ആരോഗ്യ പ്രവർത്തകർ, പ്രൊഫഷണൽസ് തുടങ്ങിയ മുഴുവൻ ആളുകളിലേക്കും എത്തിക്കുക എന്നാണ് ഈ ഒരു മൈൻഡ് യുവർ മൈൻഡ് എന്ന പദ്ധതി കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ദമാമിൽ വെച്ച് നടന്ന വാക്കത്തോണിന് സോൺ ചെയർമാൻ അബ്ദുൽ ഹസീബ് മിസ്ബാഹി, സെക്രട്ടറിമാരായ ആഷിഖ് കായംകുളം, താജ് ആറാട്ടുപുഴ, ആസിഫ് അലി വെട്ടിച്ചിറ എന്നിവർ നേതൃത്വം നൽകി. ഡോക്ടർ ആഷിഖ് മുഖ്യാതിഥിയായിരുന്നു. വ്യായാമത്തിൻ്റെ പ്രാധാന്യത്തെയും ആരോഗ്യകരമായ ഭക്ഷണക്രമങ്ങളെയുമെല്ലാം അദ്ദേഹം വിശദീകരിച്ചു.
സുബൈറുദ്ദീനൂർ, 24 ദമാം. അന്താരാഷ്ട്ര തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് ഖത്തറിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫോറം തൊഴിലാളികൾക്കായി ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കുറഞ്ഞ വരുമാനക്കാരായ 20 ആദ്യകാല പ്രവാസികളെ ചടങ്ങിൽ ആദരിച്ചു. രംഗ് തരംഗ് എന്ന പേരിൽ നടന്ന പരിപാടി ഇന്ത്യൻ അംബാസഡർ വിപുൽ ഉദ്ഘാടനം ചെയ്തു. ഖത്തറിലെ ഇന്ത്യൻ പ്രവാസി തൊഴിലാളികളുടെ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ ലക്ഷ്യമാക്കി 1984 ആരംഭിച്ച അപ്പെക് സംഘടനയായ ICBF വിപുലമായ ആഘോഷ പരിപാടികളോടെയാണ് അന്താരാഷ്ട്ര തൊഴിലാളി ദിനം ആഘോഷിച്ചത്. മെയ് 9 വെള്ളിയാഴ്ച ഏഷ്യൻ ടൗണിൽ നടന്ന പരിപാടി ആയിരക്കണക്കിന് ഇന്ത്യൻ തൊഴിലാളികളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. രാത്രി വൈകുന്നതുവരെ നീണ്ടുനിന്ന ആഘോഷ പരിപാടികൾ ഇന്ത്യൻ അംബാസഡർ വിപുൽ ഉദ്ഘാടനം ചെയ്തു. ICBF പ്രസിഡന്റ് ഷാനവാസ് ബാവ അധ്യക്ഷനായിരുന്നു. നേപ്പാൾ അംബാസഡർ രമേശ് ചന്ദ്ര പൗഥേൽ, ICBF കോർഡിനേറ്റിംഗ് ഓഫീസർ ഈഷ് സിംഗാൾ, ഖത്തർ ആഭ്യന്തര മന്ത്രാലയം കമ്മ്യൂണിറ്റി പോലീസ് ഡയറക്ടർ ഡോക്ടർ ഇബ്രാഹിം മുഹമ്മദ് റാഷിദ് അൽ സയേഹ്, തൊഴിൽ മന്ത്രാലയം പ്രതിനിധി സാലിം ദർവീഷ് അൽ മൊഹന്നദി, അന്താരാഷ്ട്ര തൊഴിലാളി സംഘടനയെ പ്രതിനിധീകരിച്ച് മാക്സ് ട്യൂണാൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റി പ്രതിനിധി ക്യാപ്റ്റൻ നാസർ മുബാറക് അൽ ദോസരി, മയക്കുമരുന്ന് പ്രതിരോധ വിഭാഗം പ്രതിനിധി അബ്ദുൽ സാലിഹ് അൽ ഷമ്മാരി തുടങ്ങിയ പ്രമുഖർ പരിപാടിയിൽ സംബന്ധിച്ചു. 30-ലേറെ വർഷം ഖത്തറിൽ സേവനമനുഷ്ഠിച്ച താഴ്ന്ന വരുമാനക്കാരായ 20 പേരെ ചടങ്ങിൽ പുരസ്കാരം നൽകി ആദരിച്ചു. ജീവിതത്തിലെ അവിസ്മരണീയ മുഹൂർത്തമാണ് ICBF സമ്മാനിച്ചതെന്ന് പുരസ്കാര ജേതാക്കൾ പ്രതികരിച്ചു. ICBFൽ അഫിലിയേറ്റ് ചെയ്ത വിവിധ സംഘടനകളും ഖത്തറിലെ ഇന്ത്യൻ സാംസ്കാരിക സംഘങ്ങളും വൈവിധ്യമാർന്ന നൃത്ത സംഗീത വിരുന്നൊരുക്കി. ജീവിതത്തിന്റെ നാനാ തുറകളിൽ നിന്ന് ഒഴുകിയെത്തിയ ആയിരക്കണക്കിന് സാധാരണക്കാരായ തൊഴിലാളികളുടെ സാന്നിധ്യം പരിപാടിയെ വേറിട്ട അനുഭവമാക്കി. ഇന്ത്യൻ കമ്മ്യൂണിറ്റി നേതാക്കളായ AP മണികണ്ഠൻ, EP അബ്ദുൾ റഹ്മാൻ, അബ്ദുൽ സത്താർ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ വർക്കി ബോബൻ, ഉപദേശക സമിതി ചെയർമാൻ KS പ്രസാദ്, മുൻ പ്രസിഡന്റുമാരായ നിലാങ് ഷൂഡെ, PN ബാബുരാജൻ, സിയാദ് ഉസ്മാൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. അൻവർ പാലേരി, 24 ദോഹ. ഹജ്ജ് സേവന രംഗത്ത് ഈ വർഷവും സജീവമാണ് മക്ക KMCC. ഹജ്ജ് കർമ്മങ്ങൾക്കായി ഇന്ത്യയിൽ നിന്നും മക്കയിലെത്തുന്ന തീർത്ഥാടകർക്കേറെ ആശ്വാസമാണ് ഈ സന്നദ്ധ പ്രവർത്തകരുടെ സേവനം. ഹജ്ജ് സേവന രംഗത്ത് ഈ വർഷം ഏറെ പരിമിതികളുണ്ടെങ്കിലും മക്കയിൽ KMCC പ്രവർത്തകർ ഇത്തവണയും സജീവമാണ്. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് സംഘം മക്കയിൽ എത്തിയതു മുതൽ ആരംഭിച്ച് തീർത്ഥാടകർ മക്കയിൽ നിന്ന് മടങ്ങുന്നതുവരെ തുടരുന്നതാണ് സേവനം. വനിതകളും കുട്ടികളും ഉൾക്കൊള്ളുന്ന പ്രവർത്തകരുടെ സേവനം ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് ഏറെ ആശ്വാസമാണ്. തീർത്ഥാടകരെ സമ്മാനങ്ങളും മറ്റും നൽകി സ്വീകരിക്കുന്ന പ്രവർത്തകർ ഭക്ഷണവും നൽകി വരുന്നു. KMCCയുടെ 100 കണക്കിന് വളണ്ടിയർമാരാണ് എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് ഹാജിമാരെ സ്വീകരിക്കാൻ വേണ്ടി പരിശുദ്ധ മക്കയിൽ അസീസിയിൽ ഹാജിമാർക്ക് താമസിക്കാൻ തയ്യാറാക്കിയുള്ള ബിൽഡിങ്ങിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. മക്ക KMCCയുടെ മുഴുവൻ ഭാരവാഹികളും നേതാക്കളും പ്രവർത്തകന്മാരും ഹാജിമാർക്ക് വേണ്ടി എല്ലാ സേവന രംഗത്ത് പ്രവർത്തിക്കാനും തയ്യാറാണ്. മക്കയ്ക്ക് പുറമെ ഹജ്ജുമായി ബന്ധപ്പെട്ട മിന, അറഫ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഇത്തവണയും KMCCയുടെ സേവനമുണ്ടാകും. KMCC ഹജ്ജ് വളണ്ടിയർമാർ മീനയിലും അറഫയിലും മുസ്ദലിഫയിലും അതുപോലെ തന്നെ മദീനയിലും KMCCയുടെ വളണ്ടിയർമാരുടെ സേവനം ഉണ്ടായിരിക്കുന്നതാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ അവസാനത്തെ ഹാജിയും വിശുദ്ധ നഗരിയോട് വിട പറയുന്നതുവരെ KMCCയുടെ വളണ്ടിയർമാർ ഹജ്ജിന്റെ പുണ്യകർമ്മങ്ങൾ നടക്കുന്ന മുഴുവൻ സ്ഥലങ്ങളിലും സേവന സന്നദ്ധരായി 24 മണിക്കൂറും ഞങ്ങൾ ഉണ്ടായിരിക്കും. വിവിധ മേഖലകളിലുള്ള മെഡിക്കൽ വിങ്, അതുപോലെ തന്നെ തവാഫ് വിങ്, എല്ലാ വിങ്ങുകളും കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഹജ്ജ് നിയമലംഘകരെ കണ്ടെത്താൻ ശക്തമായ പരിശോധനയാണ് മക്കയിൽ നടക്കുന്നത്. പ്രത്യേക പെർമിറ്റില്ലാതെ മക്ക നിവാസികൾക്ക് പോലും പുറത്തിറങ്ങാൻ സാധിക്കാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ മലയാളി സന്നദ്ധ സംഘടനകൾക്ക് കീഴിൽ ഹജ്ജ് സേവനത്തിന് ഇറങ്ങുന്നവരുടെ എണ്ണം ഇത്തവണ മുൻ വർഷങ്ങളെക്കാൾ വളരെ കുറവാണ്. മക്കയിൽ നിന്നും ജലീൽ കണമകലം, 24. ജിദ്ദയിൽ നടന്ന ഇശൽ പുലിമ മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോ സമാപിച്ചു. സീനിയർ വിഭാഗത്തിൽ ശിബിലി വേങ്ങര, ജൂനിയർ വിഭാഗത്തിൽ ലയ മുജീബ് എന്നിവർ 1ാം സ്ഥാനം കരസ്ഥമാക്കി. സംഗീതാസ്വാദകർക്ക് നവ്യാനുഭവം പകർന്നുകൊണ്ടാണ് ഇശൽ പുലിമ മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോ ജിദ്ദയിൽ അരങ്ങേറിയത്. സഫേർ മലയാളി കൂട്ടായ്മയാണ് സംഘാടകർ. തിങ്ങി നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി നടന്ന ഗ്രാൻഡ് ഫിനാലെയിൽ പ്രാഥമിക റൗണ്ടിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 12 പേർ മാറ്റുരച്ചു. സീനിയർ വിഭാഗത്തിൽ ഷിബിലി വേങ്ങരക്കാണ് 1ാം സ്ഥാനം. റമീസ് റഷീദ് 2ഉം മുഹമ്മദ് യാസീൻ 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി.
ജൂനിയർ വിഭാഗത്തിൽ ലയ മുജീബ് 1ാം സ്ഥാനം നേടി. അഫീഫ 2ഉം ഫൈഹ ഷാജു 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. ജിദ്ദയിലെ പ്രമുഖ ഗായകർ പങ്കെടുത്ത സംഗീത വിരുന്നും വിവിധ കലാപരിപാടികളും അരങ്ങേറി. അധ്യാപന കലാസാംസ്കാരിക മേഖലയിലെ പ്രവർത്തനത്തിന് മറിയ റോസ് വണ്ടൂരിനെ ചടങ്ങിൽ ആദരിച്ചു. ചെയർമാൻ അഷ്റഫ് ചുക്കന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി സലാം ഉദ്ഘാടനം ചെയ്തു. റസാഖ് മാസ്റ്റർ മമ്പുറം സ്വാഗതവും മുജഫർ ഇരുകുളങ്ങര നന്ദിയും പറഞ്ഞു. ജലീൽ കടമകലം, 24 ജിദ്ദ. UAE-യിലെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് പിന്തുണയുമായി ലുലു സ്റ്റോറുകളിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യം നൽകും. ക്യാമ്പയിന്റെ ഭാഗമായി UAE-യിലെ ലുലു സ്റ്റോറുകളിൽ പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കായി പ്രത്യേകം കൗണ്ടറുകൾ സജ്ജീകരിച്ചു. UAE വ്യവസായ നൂതന സാങ്കേതിക മന്ത്രാലയവുമായി സഹകരിച്ചാണ് പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുന്ന ക്യാമ്പയിൻ ലുലു നടപ്പാക്കുന്നത്. മേക്ക് ഇറ്റ് ഇൻ ദി എമിറേറ്റ്സ് പദ്ധതിയുടെ ഭാഗമായാണ് നടപടി. UAE വ്യവസായ നൂതന സാങ്കേതിക മന്ത്രി ഡോക്ടർ സുൽത്താൻ അഹമ്മദ് അൽ ജാബർ, ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി എന്നിവരുടെ സാന്നിധ്യത്തിൽ വ്യവസായ വകുപ്പ് അണ്ടർ സെക്രട്ടറി ഒമൽ അൽ സുവൈദി, ലുലു റീറ്റെയിൽ CEO സൈഫി രൂപാവാല എന്നിവർ ചേർന്ന് ഇത് സംബന്ധിച്ച് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വിപണന സാധ്യത ലഭിക്കാൻ ലുലുവിന്റെ സഹകരണം വേഗത പകരുമെന്നും UAE-യുടെ പ്രാദേശിക വികസനത്തിന് കൂടുതൽ കരുത്തേകുന്നതാണ് ക്യാമ്പയിനെന്നും അണ്ടർ സെക്രട്ടറി ഒമർ അൽ സുവൈദി വ്യക്തമാക്കി. UAE-യിലെ ഉൽപ്പന്നങ്ങളുടെ മികച്ച ഗുണമേന്മ ഉപഭോക്താക്കൾക്ക് ഉറപ്പാക്കുകയാണെന്നും പ്രാദേശിക വികസനവും വ്യാവസായിക വളർച്ചയ്ക്ക് കരുത്തേകുകയാണ് ലുലുവെന്നും ചെയർമാൻ MA യൂസഫ് അലി പറഞ്ഞു. ക്യാമ്പയിന്റെ ഭാഗമായി UAE-യിലെ ലുലു സ്റ്റോറുകളിൽ പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കായി പ്രത്യേകം കൗണ്ടറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. UAE ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയും മികവും വ്യക്തമാക്കുന്ന ഡിസ്പ്ലേകളും ലുലു സ്റ്റോറുകളിൽ ഒരുക്കിയിട്ടുണ്ട്. 24 ദുബായ്. മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിന്റെ 50ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വാക്കത്തോൺ സംഘടിപ്പിച്ചു. ഗുറം റോസ് ഗാർഡനിൽ നടന്ന പരിപാടിയിൽ 3000-ത്തിലധികം പേർ പങ്കെടുത്തു. പ്രത്യാശയോടെ ജീവിതത്തിലേക്കുള്ള പ്രയാണം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് ക്യാൻസർ ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് വാക്കത്തോൺ സംഘടിപ്പിച്ചത്. ഒമാൻ ക്യാൻസർ അസോസിയേഷനും മസ്കറ്റ് ഇന്ത്യൻ സ്കൂളും സംയുക്തമായി സംഘടിപ്പിച്ച വാക്കത്തോൺ ഇന്ത്യൻ അംബാസിഡർ GV ശ്രീനിവാസൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഖുറം റോസ് ഗാർഡനിൽ തടാകത്തിന് ചുറ്റുമായിരുന്നു വാക്കത്തോൺ നടന്നത്. And yet celebrating a cause which is very, very important, spreading awareness about cancer. The school has been doing multiple things, and this certainly, I must say, is a laudable cause. This message that we need to be prepared to fight the menace of cancer is being spread through this lovely walkathon that they have organized. ഒരു walkathon നടത്തുമ്പം നമ്മൾ ആക്ച്വലി ക്യാൻസർ കൊണ്ട് മരിച്ചുപോയ ആൾക്കാരെ നമ്മൾ ഓർമ്മിക്കുകയാണ്. ഇതൊരു ട്രിബ്യൂട്ടാണ് അവർക്ക് വേണ്ടി. പിന്നെ ഇപ്പം ക്യാൻസർ ഫൈറ്റ് ചെയ്യുന്ന, അതായത് ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. പേടിക്കേണ്ട, നമ്മളെല്ലാവരും കൂടെയുണ്ട് എന്ന് പറയുന്നത് ആണ് ഈ ഒരു വാക്കത്തോൺ. ക്യാൻസറിനെ മനസ്സിലാക്കി ആരോഗ്യ സംരക്ഷണത്തിന് ഊന്നൽ കൊടുത്ത് മുന്നോട്ട് പോകുന്നതിനുള്ള ഊർജ്ജം ലഭിച്ചുവെന്ന് വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെട്ടു. ഇത് പ്രതീക്ഷയിലേക്കും ജീവിതത്തിന്റെ ജാഗ്രതയിലേക്കുമുള്ള പ്രയാണമാണെന്ന് ബോർഡ് ചെയർമാൻ സയ്യിദ് സൽമാൻ പറഞ്ഞു. It's very nice for everyone to gather together and work for a good cause as it is for cancer, and it was really fun to come together on this great day and work together. ഒമാൻ ക്യാൻസർ അസോസിയേഷൻ പ്രതിനിധി ഡോക്ടർ രാജലക്ഷ്മി, ബോർഡ് പ്രതിനിധികൾ, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ഭാരവാഹികൾ, രക്ഷിതാക്കൾ, വിവിധ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽമാർ എന്നിവർ പരിപാടിയുടെ ഭാഗമായി. 24 ഒമാൻ. ദുബായ് കരാമയിൽ മലയാളി യുവതി കൊല്ലപ്പെട്ട നിലയിൽ തിരുവനന്തപുരം വിതുര ബോണക്കാട് സ്വദേശി ആനിമോൾ ഗിൽഡയാണ് മരിച്ചത്. 26 വയസ്സായിരുന്നു. ഒപ്പം താമസിച്ചിരുന്ന സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയെടുത്തതായി സാമൂഹ്യ പ്രവർത്തകർ അറിയിച്ചു. കൊലപാതകത്തിലേക്കുള്ള കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. എയർപോർട്ടിൽ നിന്നാണ് യുവാവിനെ പിടികൂടിയത്. ദുബായിലെ ഒരു കമ്പനിയിലെ ജീവനക്കാരിയായിരുന്നു ആനി. കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതായി ഇൻകാസ് യൂത്ത് വിംഗ് ഭാരവാഹികൾ അറിയിച്ചു. പാകിസ്ഥാന്റെ ആണവ ഭീഷണി ഇന്ത്യയോട് വേണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂർ എന്നത് ഒരു പേര് മാത്രമല്ല, രാജ്യത്തെ സഹോദരിമാരുടെ സിന്ദൂരം മായ്ച്ചവർക്കുള്ള സൈന്യത്തിന്റെ മറുപടിയാണ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല. സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിയെന്ന് മാത്രമേ ഉള്ളൂവെന്നും പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പ്. ഭാരതത്തിന്റെ സേനകളെ സല്യൂട്ട് ചെയ്യുന്നുവെന്നും നരേന്ദ്രമോദി. പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നൽകിയ മറുപടി
രാജ്യത്തിന്റെ ശക്തി വെളിപ്പെടുത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുരുഷന്മാർ സ്വന്തം മക്കളുടെയും ഭാര്യമാരുടെയും മുന്നിൽ കൊല്ലപ്പെട്ടു. ഭീകരർ നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം മായ്ച്ചു. ആ ഭീകരരെ നമ്മൾ ഭൂമിയിൽ നിന്ന് മായ്ച്ചു. भारत की सेनाओं ने पाकिस्तान में आतंक के ठिकानों पर, उनके ट्रेनिंग सेंटर्स पर सटीक प्रहार किया. आतंकियों ने सपने में भी नहीं सोचा था कि भारत इतना बड़ा फैसला ले सकता है. പഹൽഗാം ഭീകരാക്രമണം തന്നെ വ്യക്തിപരമായി വേദനിപ്പിച്ചതാണ്. തീവ്രവാദികളുടെ മണ്ണിലാണ് തങ്ങൾ മറുപടി നൽകിയത്. തീവ്രവാദികൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടി നൽകി. ഭീകരവാദികളുടെ സർവകലാശാലകളാണ് തങ്ങൾ തകർത്തത്. ഇതോടെ പാകിസ്ഥാൻ സാധാരണ ജനങ്ങളെയും കോളേജുകളെയും സ്കൂളുകളെയും ആരാധനാലയങ്ങളെയും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തി. അവരുടെ വ്യോമതാവളങ്ങൾ തകർത്താണ് അതിന് ഇന്ത്യ മറുപടി നൽകിയത്. ആണവായുധ ഭീഷണി ഇന്ത്യയോട് വേണ്ട. कोई भी न्यूक्लियर ब्लैकमेल भारत नहीं सहेगा. न्यूक्लियर ब्लैकमेल की आड़ में पनप रहे आतंकी ठिकानों पर भारत सटीक और निर्णायक प्रहार करेगा. തീവ്രവാദവും വ്യാപാരവും ഒരുമിച്ച് നടക്കില്ല. രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല. പാകിസ്ഥാനുമായി ചർച്ച ഭീകരവാദത്തെപ്പറ്റിയും പാക് അധീന കശ്മീരിനെ പറ്റിയും മാത്രം. मैं आज विश्व समुदाय को भी कहूंगा, हमारी घोषित नीति रही है, अगर पाकिस्तान से बात होगी तो टेररिज्म पर ही होगी. अगर पाकिस्तान से बात होगी तो पाक ऑक्युपाइड कश्मीर पीओके उस पर ही होगी. ഓപ്പറേഷൻ സിന്ദൂർ താൽക്കാലികമായി മാത്രമാണ് നിർത്തിവച്ചിരിക്കുന്നതെന്നും മോദിയുടെ ഓർമ്മപ്പെടുത്തൽ. 24 ഡൽഹി. ജമ്മുകാശ്മീരിലെ ഉദ്ധംപൂരിലും സാംബയിലും പഞ്ചാബിലെ ജലന്ധറിലും ഡ്രോൺ സാന്നിധ്യം. ഉദ്ധംപൂരിൽ ഡ്രോണുകൾ എത്തിയത് കരസേന നോർത്തേൺ കമാൻഡ് ആസ്ഥാനവും വ്യോമത്താവളവും ലക്ഷ്യം വെച്ചെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. സാംബയിൽ ഏതാനും ഡ്രോണുകൾ എത്തിയത് സ്ഥിരീകരിച്ച ആർമി എല്ലാത്തിനെയും നശിപ്പിച്ചുവെന്ന് സൈന്യം. ഡൽഹിയിൽ നിന്ന് അമൃത്സറിലേക്കുള്ള ഇൻഡിഗോ വിമാനം തിരികെ ഡൽഹിയിലേക്ക് തന്നെ വിട്ടു. എന്നാൽ ജലന്ധറിലെ ഡ്രോൺ സാന്നിധ്യം കളക്ടർ ഹിമാൻഷു അഗർവാൾ നിഷേധിച്ചു. സാമൂഹ്യവിരുദ്ധർ പടക്കം പൊട്ടിച്ചത് എന്നാണ് വിശദീകരണം. പാകിസ്ഥാന്റെ തുർക്കി നിർമ്മിത ഡ്രോൺ മുതൽ ചൈനീസ് നിർമ്മിത മിസൈലുകൾ വരെ നിലം പരിശാക്കിയെന്ന് സൈന്യം. ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ശക്തി പാകിസ്ഥാന് മനസ്സിലായി. കറാച്ചി വ്യോമത്താവളത്തിലടക്കം ഇന്ത്യ ആക്രമണം നടത്തിയതായി 3 സേനകളുടെയും ഉന്നത ഉദ്യോഗസ്ഥർ സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനം അതിശക്തം. പാകിസ്ഥാന്റെ തുർക്കി നിർമ്മിത ഇഹ, സോങ്കാർ ഡ്രോണുകൾ മുതൽ ചൈനയുടെ PL-15 മിസൈലുകൾ വരെ തകർത്തു. പാക് ആയുധങ്ങളുടെ അവശിഷ്ടങ്ങളുടെ ദൃശ്യങ്ങളും സേന പുറത്തുവിട്ടു. Is a probable enemy PL-15 missile which is of Chinese origin. This missile has missed its target and you can see the pieces now which are available with us. കറാച്ചി മുതൽ ഇസ്ലാമാബാദ് വരെ ആക്രമിച്ചു. എന്നാൽ പാക് ആണവ കേന്ദ്രം തകർത്തെന്ന പ്രചാരണങ്ങൾ സൈന്യം തള്ളി. That Kirana Hill houses some nuclear installation. We did not know about it. Okay. And we've not hit Kirana Hills, whatever is there. ഇന്ത്യയുടെ പോരാട്ടം ഭീകരതയ്ക്കെതിരെയാണെന്ന സൈന്യം പാക് സൈന്യത്തോടോ ജനതയോടോ അല്ല. എന്നാൽ ഭീകരവാദികൾക്ക് വേണ്ടി പാക് സേന ഇറങ്ങി. ഇനിയും ദൗത്യത്തിന് തയ്യാറെന്നും സേന. That in every single domain that Operation Sindhur has been prosecuted, there has been absolute synergy between the three services. Not only have we, in this endeavor, been fully supported by our government, departments and agencies, I cannot here not mention our 140 crore countrymen. ഓപ്പറേഷൻ സിന്ദൂറിൽ സേനകളുടെ ഏകോപനം ശക്തമായിരുന്നു. ഭാവിയിലെ ഏത് ആക്രമണവും നേരിടാൻ സേന സജ്ജമാണെന്നും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ DGമാർ അറിയിച്ചു. 24 ഡൽഹി. അന്താരാഷ്ട്ര നഴ്സസ് ദിനം ആഘോഷിച്ച് എറണാകുളം ആലുവ രാജഗിരി ഹോസ്പിറ്റൽ. ചടങ്ങിനോട് അനുബന്ധിച്ച് രാജഗിരി ആശുപത്രിയിൽ പുതിയ പോഡ്കാസ്റ്റ് ആരംഭിച്ചു. ആശുപത്രിയിലെ നഴ്സസിന് അവരുടെ അനുഭവങ്ങൾ പങ്കിടുന്നതിന് അവസരം ഒരുക്കുകയാണ് പോഡ്കാസ്റ്റിലൂടെ ലക്ഷ്യമിടുന്നത്. ഏഞ്ചൽസ് വോയിസ് എന്ന പേരിൽ തുടക്കം കുറിച്ച പോഡ്കാസ്റ്റിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര താരം മല്ലിക സുകുമാരൻ നിർവഹിച്ചു. രാജഗിരി അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ ഫാദർ ജോയ് കിളിക്കുന്നേൽ, നഴ്സിംഗ് ഡയറക്ടർ ലിമ മാത്യൂസ്, ജോയിന്റ് കമ്മീഷണർ ഇന്റർനാഷണൽ കൺസൾട്ടന്റ് ടോം സ്കാഫർ, രാജഗിരി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജിജി കുരുട്ടുകുളം, നഴ്സിംഗ് സൂപ്രണ്ടുമാരായ ജൂലി ടി ജോൺ, സീനമ അഗസ്റ്റിൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നടൻ മധു ഓൺലൈനായി ആശംസകൾ നേർന്നു. ഇനി കായിക വാർത്തകൾ.
ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ മുൻ നായകൻ വിരാട് കോഹ്ലി. രോഹിത് ശർമ്മ കളമൊഴിഞ്ഞതിന് ഏതാനും ദിവസങ്ങൾക്ക് പിന്നാലെയാണ് ഇന്ത്യൻ ക്രിക്കറ്റിലെ മറ്റൊരു അതികായനും തലമുറ മാറ്റത്തിന് വഴിയൊരുക്കി വെള്ളക്കുപ്പായം അഴിക്കുന്നത്. ഇന്ത്യയുടെ ബാഗി ബ്ലൂ ആദ്യമായി ധരിച്ച് 14 വർഷമാകുന്നു. സത്യസന്ധമായി പറഞ്ഞാൽ ഈ യാത്ര ഇത്രയധികം മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ടെസ്റ്റ് ക്രിക്കറ്റ് എന്നെ പരീക്ഷിച്ചു, പാകപ്പെടുത്തി, ജീവിതത്തിൽ പലതും പഠിപ്പിച്ചു. ഈ ഫോർമാറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നത് അത്ര എളുപ്പമല്ല. പക്ഷേ ഇപ്പോൾ അതാണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നു. അഭ്യൂഹങ്ങൾക്കെല്ലാം അവസാനമിട്ട ഒടുവിൽ വിരാട് കോഹ്ലി തന്നെ ആ വാർത്ത സ്ഥിരീകരിച്ചു. ഇന്ത്യൻ ടീമിന്റെ വെള്ളക്കുപ്പായത്തിൽ ഇനി കിങ് കോഹ്ലി ഉണ്ടാകില്ല. 2011 വെസ്റ്റ് ഇൻഡീസിനെതിരെ കിങ്സ്റ്റണിലായിരുന്നു കോഹ്ലിയുടെ ടെസ്റ്റ് അരങ്ങേറ്റം. പിന്നീടിങ്ങോട്ട് 123 ടെസ്റ്റിൽ നിന്നായി 30 സെഞ്ചുറിയും 31 അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെ 230 റൺസ് കോഹ്ലിയുടെ ബാറ്റിൽ നിന്ന് പിറന്നു. ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ടെസ്റ്റ് ക്യാപ്റ്റനും കൂടിയായിരുന്നു വിരാട് കോഹ്ലി. 68 മത്സരങ്ങളിൽ നിന്ന് 40 ജയങ്ങൾ കോഹ്ലിക്ക് കീഴിൽ ഇന്ത്യ നേടി. എതിരാളികളുടെ പേടി സ്വപ്നമായി ടീം ഇന്ത്യ മാറി. എന്നാൽ എല്ലാ നല്ലതിനും ഒരു അവസാനമുണ്ടാകുമെന്ന് പറയുന്നത് വെറുതെയല്ല. കഴിഞ്ഞ 5 കൊല്ലമായി കോഹ്ലിയുടെ ബാറ്റിൽ നിന്നുള്ള റണ്ണൊഴുക്ക് കുറഞ്ഞു. എതിരാളികളുടെ ഓഫ് സ്റ്റംപ് ട്രാപ്പിന് മറുപടിയില്ലാതെ കോഹ്ലി നിസ്സഹായനായി. ഇതോടെ ഉയർന്ന വിരമിക്കൽ മുറവിളികളും കോഹ്ലി കേട്ടെന്നു കരുതണം. ഇംഗ്ലണ്ട് പര്യടനത്തിൽ കൂടി കോഹ്ലി കളിക്കണമെന്ന BCCI ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ അതിന് കാത്തുനിൽക്കാതെയാണ് പടിയിറക്കം. 2020 പിന്നാലെ ടെസ്റ്റിൽ നിന്നും രോഹിത്തും കോഹ്ലിയും ഒരുമിച്ച് പടിയിറങ്ങുന്നുവെന്ന പ്രത്യേകതയും ഇതിലുണ്ട്. സ്പോർട്സ് ഡെസ്ക് 24. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ തുടർന്ന് നിർത്തിവെച്ച IPL മത്സരങ്ങൾ പുനരാരംഭിക്കുന്നു. മെയ് 17 മത്സരങ്ങൾ പുനരാരംഭിക്കും. ശേഷിക്കുന്ന മത്സരങ്ങൾ 6 വേദികളിലായി നടത്താനാണ് തീരുമാനം. 29, 30, ജൂൺ 1 തീയതികളിൽ പ്ലേ ഓഫ് മത്സരങ്ങൾ നടക്കും. ജൂൺ 3 ഫൈനൽ. പ്ലേ ഓഫ് മത്സരങ്ങളുടെയും ഫൈനലിന്റെയും വേദികൾ പിന്നീട് തീരുമാനിക്കും. ഗൾഫ് ഫോക്കസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.